മഹാമാരിയാൽ എത്രയോ മനുഷ്യർ തകർന്ന് തരിപ്പണമായി പോയില്ലേ? മനുഷ്യന്റെ സ്വന്തം ബുദ്ധിശക്തിയും മേധാപാഠവും സ്വാർത്ഥതയുമാണ് ജീവിതത്തിന്റെ കരുത്ത് എന്ന് മനുഷ്യൻ കരുതുന്നു. എന്നാൽ പ്രാണവായു കഴിക്കുക ദൈവം കൂടാതെ സാധ്യമല്ല. മരണത്തിനപ്പുറമൊരു ജീവിതമുണ്ട്. മനുഷ്യൻ ഇന്നലെ നാളെയായാലും മരിക്കും. മരണം നമ്മിൽ ഓരോരുത്തരിലും ഉറങ്ങുകയും കാലക്രമേണ അത് പൂക്കുകയും ചെയ്യും. മനുഷ്യന്റെ എല്ലാ കണ്ടുപിടുത്തങ്ങളുടെയും ശാസ്ത്രത്തിന്റെയും മുന്നിൽ അതൊരു സമസ്യയാണ്. അതിൽ നിന്നും രക്ഷപ്പെടുവാൻ കഴിയുന്നത്ര ഉയരത്തിൽ കയറുവാൻ നമുക്കാർക്കുമാവില്ല. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കണ്ടെത്തുന്ന മനുഷ്യന് അറിവ് കൊണ്ടോ അനുഭവം കൊണ്ടോ ശാസ്ത്രം കൊണ്ടോ അതിന്റെ ഉത്തരം മാത്രം കണ്ടെത്തുവാൻ കഴിയത്തില്ല. ഈ ജീവിതവും നമ്മളും കൂടി ഒരു യാത്രയിലാണ്. നമ്മൾ നമ്മുടെ സ്വപ്നങ്ങൾ തേടിയും ജീവിതം നമ്മുടെ മരണം തേടിയും ആദ്യം ആരെ കണ്ടുമുട്ടും എന്നറിയില്ല. പ്രിയപ്പെട്ടവരെ, അല്പ സുഖത്തിന് വേണ്ടി ആ സ്വർഗരാജ്യത്തിന്റെ അവകാശത്തിന് ബലി കഴിക്കരുത്. അങ്ങനെ ആ ദൈവരാജ്യത്തിന്റെ മഹത്വത്തിനെ സൂക്ഷിക്കുന്നു എങ്കിൽ ഒരു യഥാർത്ഥ ദൈവ പൈതലിന് നമ്മളിൽ തന്നെ നശിക്കാത്ത സ്വാഭാവികമായ ദൈവ പരിപാലനമുണ്ട്. ഏത് അസന്നിഗ്ധ ഘട്ടത്തിലും അവസാനത്തെ പിടിവള്ളിയിൽ ദൈവം നമ്മുടെ കൂടെ ഉണ്ടാകും. പ്രിയപ്പെട്ടവരെ, നീണ്ട 16 വർഷകാല മദ്യപാനത്തിൽ നിന്നാണ് ദൈവം എന്നെ വിടുവിച്ചത്. ഭാര്യയെ സ്നേഹിക്കുവാൻ കഴിയത്തില്ല, കുഞ്ഞുങ്ങളെ സ്നേഹിക്കുവാൻ കഴിയത്തില്ല, പണമുണ്ട്, സ്വാധീനമുണ്ട്, എല്ലാമുണ്ട്. ഞാനൊരു PWD കോൺട്രാക്ടറാണ്. എന്നാലും വീട്ടിൽ സമാധാനമില്ലാത്ത ജീവിതമായിരുന്നു. എന്നാൽ എന്നെ വിടുവിച്ച ദൈവം തീർച്ചയായും നിങ്ങളെയും വിടുവിക്കുമെന്ന് അർത്ഥസംഖ്യയ്ക്ക് ഇടയില്ലാതെ പ്രഖ്യാപിച്ചുകൊണ്ട്, പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ സഹായം നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങളുടെ സെന്റർ ഈ പരുന്തുംപാറയുടെ അടുത്തുണ്ട്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഞങ്ങളെ സമീപിക്കാം എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട്, പ്രിയപ്പെട്ടവരെ, നമ്മളെ വിടുവിക്കുവാൻ നമ്മുടെ സ്വന്തക്കാർക്ക് കഴിയത്തില്ല, ബന്ധുക്കാർക്ക് കഴിയത്തില്ല, ആർക്കും കഴിയത്തില്ല. എന്നാൽ ആകാശത്തിന്റെ താഴെ ഭൂമിയുടെ മുകളിൽ മനുഷ്യരുടെ ഇടയിൽ രക്ഷിക്കപ്പെടുവാൻ മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല യേശുവിന്റെ നാമമല്ലാതെ. അത് അതിശയ നാമം, അത്ഭുത നാമം, മരണത്തെ ജയിച്ച നാമം, മരണത്തെയും പാപത്തെയും പാതാളത്തെയും ജയിച്ച് താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തു കൂടുവാനാവാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും അഗ്നിജാലക്കത്തെ കണ്ണുള്ളവനും മാറത്ത് പൊൻകച്ച കെട്ടിയ വെള്ളോട്ടിന് സദൃശ്യമായ കാലുകളുള്ളവനും പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ ശബ്ദമുയർത്തി ന്യായം വിധിക്കുന്നവരും 7 പൊൻ നിലവിളക്കുടെ നടുവിലാവുന്ന സർവശക്തനായ ദൈവം, അവൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സർവഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അവന്റെ മുൻപിൽ എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവ്. പ്രിയപ്പെട്ടവരെ, അവന് ജാതിയില്ല, മതമില്ല, വർണ്ണവർഗ വ്യത്യാസമില്ല, അവനെന്നോ സവർണ്ണെന്നോ ഇല്ല. പണ്ഡിതനെയും പാമരനെയും പ്രബലനെയും അസക്തനെയും പണക്കാരനെയും പാവപ്പെട്ടവനെയും തള്ളിക്കളഞ്ഞ് ആരെയും സ്നേഹിക്കുന്ന ഒരേ ഒരു ദൈവം. ആ ദൈവത്തിനെ കുറിച്ചാണ് ഞങ്ങളിവിടെ പ്രഖ്യാപിക്കുന്നത്. സത്യമാണെങ്കിൽ മാത്രം നിങ്ങൾ വിശ്വസിച്ചാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കേണ്ട. സത്യമായാലും അസത്യമായാലും സത്യം ജയിക്കും. പ്രിയപ്പെട്ടവരെ, ഈ പ്രസംഗിക്കുന്ന ഞങ്ങൾ നാളെ മൺമറഞ്ഞു പോകാം. എന്നാൽ ഞങ്ങൾ പ്രസംഗിക്കുന്ന ദൈവത്തിന്റെ വചനം ഒരിക്കലും മാഞ്ഞു പോകുന്നതല്ല.